ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല മട്ടൺ ലിവറിൻ്റെ റോസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സബോള എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തത്. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കാണിച്ചിട്ടില്ല, പക്ഷേ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. ലിവർ വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒപ്പം തന്നെ സബോള പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളിയും ഒരു സബോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ചുവന്നുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കറിവേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന സമയത്ത് മൺചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഏകദേശമൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ. മഞ്ഞൾപ്പൊടി ഞാൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തു വെച്ച സമയത്ത് മറന്നുപോയതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. കാര്യം നമ്മൾ ലിവർ കഴുകി വാരി വെച്ചതാണെങ്കിലും അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ ഇറങ്ങുമ്പം ഒരുപാട് വെള്ളമായി പോകും. അപ്പം വെള്ളം ചേർക്കാതെ വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അല്പം നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങും. ഒന്ന് നന്നായിട്ടൊന്നും വെന്ത് കിട്ടൂല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാടി കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഞാനിതൊരു 3 മിനിറ്റ് മാത്രമേ അടച്ചു വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, വെള്ളം ഇറങ്ങി വരുന്ന പോലെ അടിയിൽ ഇങ്ങനെ ഒരു തിള വരുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഞാനും കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നാലേ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അതൊന്ന് വരെയുള്ള വെള്ളം ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് കഴിഞ്ഞ് തുറന്ന് അതിന് ശേഷം ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം മാത്രം മതി, കൂടുതലായി പോകണ്ട കേട്ടോ. ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെള്ളം അധികം വേണ്ട എന്നുള്ളവർക്ക്, ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ ആവുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണ്. നല്ലൊരു റോസ്റ്റ് ആക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് കത്തിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ കുറച്ച് സമയം കൂടെ തീയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഗരം മസാലയും കൂടെ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൺ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് വിളമ്പുന്ന സമയത്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ലിവർ റോസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.